എല്ലാവർക്കും നമസ്കാരം. JRC കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ആളുകൾ മരുന്നിന് പുറകെയാണ്. അതില് വളരെ കുറച്ച് ആളുകൾ മാത്രമേ മരുന്നുകളില്ലാത്ത ഒരു ജീവിത ശൈലിയിലോട്ട് മാറിയിട്ടുള്ളൂ. ഇന്നത്തെ കാലഘട്ടം രോഗാതുരതയുടെ കാലഘട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനെ രോഗികൾ ഒരുപാട് കാണുന്ന ഒരു വ്യക്തി ആയതിനാൽ തീർച്ചയായിട്ടും അതിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ദിനം പ്രതി കണ്ടിട്ടും കേട്ടിട്ടുമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിലൊക്കെ എനിക്ക് ഒരു വലിയൊരു സന്തോഷമുണ്ട്. ആ ഒരു സെഗ്മെന്റിൽ കൈവയ്ക്കാതെ രോഗങ്ങളില്ലാത്ത, മരുന്നുകളില്ലാത്ത, ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകത്തോട്ട് കഴിഞ്ഞ 17 വർഷമായിട്ട് എനിക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞു എന്നതിലും ഏകദേശം ഒരു 1 ലക്ഷം ആളുകളെ അതിലേക്ക് പതുക്കെ പതുക്കെ കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിലും ആഗ്രഹിക്കാം. ആളുകളെ ഹാപ്പി ആയിട്ട് ഇരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? RCM എന്ന പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അത് തന്നെയാണ്. ഒരു വ്യക്തിക്ക് ആരോഗ്യവും സമ്പത്തും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സന്തോഷം തനിയെ വരും. പിന്നെ സന്തോഷം വരാനുള്ള വേറെ കുറച്ച് മാർഗങ്ങളുണ്ട്, അതെല്ലാം ഇതിലൂടെ കിട്ടും. എന്നെ പരിചയപ്പെടുത്തിയ പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ജീവനം എന്ന യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 17 വർഷമായി സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. ഹൗ ടു ലീവ് വിത്തൗട്ട് മെഡിസിൻ എന്നൊരു ആശയത്തെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾ ആ വഴിയിലൂടെ വരുന്നുണ്ട്, കുറച്ചുപേര് വിട്ടുപോകുന്നുണ്ട്, വീണ്ടും ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് സ്ഥിരം. 20 വർഷം എയർഫോഴ്സിലായിരുന്നു. ബിനു സാറിന്റെയും മൂർത്തി സാറിന്റെയും ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കാം എന്നീ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇരിക്കാൻ കഴിയുന്നത്. ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡാണ് ഹെൽത്ത് ഇഷ്യൂസ്. അത് വന്ന് അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാറുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്ന ഒരു ചെറിയൊരു വാഹനം, വളരെ കുറഞ്ഞ വിലയുടെ ഒരു വാഹനം കൃത്യമായി നമ്മൾ സർവീസ് ചെയ്യും, കൃത്യമായിട്ട് അതിന്റെ ഇൻഷുറൻസ് അടയ്ക്കും, കൃത്യമായിട്ട് അതിന്റെ സ്മോക്ക് ടെസ്റ്റ് നടത്തും. 1 ലക്ഷമോ 1.5 ലക്ഷമോ മാത്രം വിലയുള്ള ഒരു വാഹനത്തിന് നമ്മൾ അത്രയും കെയർ കൊടുക്കുമ്പോൾ കോടികൾ വിലമതിക്കുന്ന നമ്മുടെ ഈ ശരീരത്തിന് നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കാറ്. ആ കെയർ കൊടുത്താൽ അല്പമെങ്കിലും ഒരു ശ്രദ്ധ അതിലോട്ടൊന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ ലൈഫ് വളരെ കംഫർട്ടബിൾ ആവും. കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വന്നാലും അത് തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളിലോട്ട് വഴിതെളിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് കുറച്ചു മുൻപ്, ഏകദേശം ഒരു 1.5 മണിക്കൂർ മുൻപ് എന്നെ കാണാൻ വന്ന 12ാമത്തെ പേഷ്യന്റ് കിഡ്നി മാറ്റിവെക്കാൻ റെഡി ആയിട്ട് വന്ന ആളാണ്. ഏകദേശം അത് ഓപ്പറേഷന് മാത്രം 30-35 ലക്ഷം രൂപ ചെലവ്. എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ നാട്ടിൽ വരും? ഏകദേശം 10 വർഷം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോ വാർഡില് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവിടെ കുറച്ച് സമയം പുറത്ത് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ 10 പേർ കിഡ്നി രോഗികൾ. 10 വർഷത്തിന് മുമ്പ് കേരളത്തിൽ 10 പേർ കിഡ്നി രോഗികളാണെങ്കിൽ ഇന്ന് എത്ര പേരെന്ന് നമുക്ക് പറയാൻ പറ്റും? ആൾമോസ്റ്റ് എവരിബഡി ഈസ് ഹാവിങ് കിഡ്നി ഇഷ്യൂസ്, അല്ലെ? എന്നോട് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്, നമുക്ക് കിഡ്നി രോഗം വന്നാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം കിഡ്നി രോഗം വരാതിരിക്കുക. അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാം, ഇനി അഥവാ വന്നാൽ തന്നെ അതിനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി കുറച്ചു കൊണ്ടുവരാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തായാലും അത് കുറച്ചു പേർക്കെങ്കിലും ഗുണം ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോ ചെറിയൊരു പ്രസന്റേഷനിലേക്ക് കിടക്കാം. കിഡ്നി ഡിസീസസ് പ്രിവെൻഷൻ ആൻഡ് ക്യൂർ. കിഡ്നി രോഗങ്ങളും അത് വരാതിരിക്കാനുള്ള മാർഗങ്ങളും, വന്നാൽ എങ്ങനെ അതിനെ നമുക്ക് നാച്ചുറൽ ലെവലിൽ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത്. എന്താണ് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ? അത് നമ്മുടെ ശരീരത്തിലെ വിലപ്പെട്ട ഒരു ഓർഗനാണ്. ഇറ്റ് റിമൂവ്സ് ഫ്ലൂയിഡ് ഫ്രം അവർ ബോഡി ത്രൂ യൂറിൻ ആൻഡ് പ്യൂരിഫൈസ് ബ്ലഡ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അരിപ്പയാണ് കിഡ്നി. പിന്നെന്താ ചെയ്യുന്നത്? റെഗുലേഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ് ബാലൻസ്. നമ്മുടെ രക്തത്തിലെ ആസിഡ് ബേസ് ബാലൻസിനെ, ആസിഡും ആൽക്കലിയും തമ്മിലുള്ള ബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ അത് സഹായിക്കും. ഇറ്റ് റിമൂവ്സ് അമോണിയ, യൂറിയ, ക്രിയാറ്റിനൈൻ, യൂറിക് ആസിഡ്, ഡ്രഗ്സ് ആൻഡ് ടോക്സിൻസ്. അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത എല്ലാ വേസ്റ്റിനെയും മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു അരിപ്പയാണ് കിഡ്നി. ഇതാണ് ബേസിക്കലി കിഡ്നിയുടെ ഫങ്ഷൻ. മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിലെ
വെള്ളവും അതുപോലെ തന്നെ ഉപ്പും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ട്, സോൾട്ട് വാട്ടർ ബാലൻസ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷൻ ഇറ്റ് റിമൂവ്സ് വേസ്റ്റ് ആൻഡ് എക്സ്ട്രാ ഫ്ലൂയിഡ് ഫ്രം അവർ ബോഡി ത്രൂ യൂറിൻ ആൻഡ് പ്യൂരിഫൈസ് ബ്ലഡ്. രക്തത്തിലെ വേണ്ടാത്ത എല്ലാറ്റിനെയും കഴുകിക്കളയുന്ന, അരിച്ച് മൂത്രത്തിലൂടെ പുറത്ത് കളയുന്ന ഫംഗ്ഷനാണ് നമ്മുടെ കിഡ്നിക്ക് ഉള്ളത്. അപ്പൊ എത്രമാത്രം നമ്മുടെ ബ്ലഡിന്റെ പ്യൂരിറ്റി വേണം, അത്രമാത്രം നമ്മുടെ കിഡ്നി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ആൻഡ് മാത്രമല്ല ആസിഡും ബേസും തമ്മിലുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നിയാണ്. നമ്മുടെ രക്തത്തിലെ ആസിഡ് ബേസ് ബാലൻസ് മാത്രമല്ല അമോണിയ, യൂറിയ, ക്രിയാറ്റൈൻ, യൂറിക് ആസിഡ്, ഡ്രഗ്സ്, നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലൂടെ വരുന്ന ടോക്സിൻസ്, വിഷാംശങ്ങളെല്ലാം പുറത്ത് കളയുന്നത് കിഡ്നിയാണ്. മാത്രമല്ല സോൾട്ട് വാട്ടർ ബാലൻസ്, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ വെള്ളത്തിന്റെയും സോൾട്ടിന്റെയും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നിയാണ്. ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വഴിയാമണ്ണം മനസ്സിലാക്കാം. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് RBC. നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കൂട്ടാൻ, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതും കിഡ്നി തന്നെയാണ്. കിഡ്നി ഹെൽപ്സ് ഇൻ ഫോർമേഷൻ ഓഫ് റെനിൻ ആൻഡ് ദെർബൈ റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. അപ്പോ രക്തസമ്മർദ്ദം കൂടിയ ഒരാൾക്ക് കിഡ്നി രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രക്തസമ്മർദ്ദത്തെ കറക്റ്റായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നതാണ് കിഡ്നി ബൈ ദ ഫോർമേഷൻ ഓഫ് റെനിൻ എന്ന് പറയുന്ന ഒരു ഘടകത്തിലൂടെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇറ്റ് പ്രൊഡ്യൂസ് ആൻ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ദാറ്റ് പ്രൊമോട്ട് സ്ട്രോങ് ഹെൽത്തി ബോൺസ്. അപ്പൊ നമ്മള് വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും, പക്ഷെ അത് ഇനാക്റ്റീവ് ഫോമാണ്. അതിനെ ആക്റ്റീവ് ഫോം ആക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കിഡ്നി. അപ്പൊ കിഡ്നിക്ക് ഒരു രോഗം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് മൊത്തം കാര്യങ്ങൾ താളം തെറ്റും. എന്താ നമ്മുടെ കിഡ്നിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ സൈസ് ഒന്ന് നോക്കുക. നമുക്ക് 2 കിഡ്നി ഉണ്ട്, നട്ടലിന്റെ ബാക്ക് സൈഡിലായിട്ട് 2 കിഡ്നി. ഏകദേശം 120 മുതൽ 150 ഗ്രാമാണ് ഒരു കിഡ്നിയുടെ തൂക്കം. നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, 1 മിനിറ്റില് ഏകദേശം 1.25 ലിറ്റർ ബ്ലഡ് നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5.5 മുതൽ 6 ലിറ്റർ ബ്ലഡ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ 100 ട്രില്യൺ കോശങ്ങളിലെ മൊത്തം രക്തത്തെയും ഫിൽട്ടർ ചെയ്ത് ക്ലീൻ ആക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കിഡ്നിക്ക് ഉണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇത്രയും കൊച്ചു അവയവം, വെറും 100-150 ഗ്രാം തൂക്കമുള്ള ഒരു അവയവം ഈ ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ 100 ട്രില്യൺ കോശങ്ങളെ മുഴുവൻ, അതിലെ ബ്ലഡിനെ മുഴുവൻ ശുദ്ധീകരിക്കുന്നുണ്ട്. എത്ര മഹത്തായ ഒരു സംവിധാനമാണ് നമ്മുടെ ശരീരം. ശരീരത്തിന്റെ ഈ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. നമ്മൾ പഴയ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, അനന്തവജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. ഇത് പുറത്തെ കാര്യങ്ങൾ, അകത്തെ കാര്യങ്ങൾ അതിലും അത്ഭുതമാണ്. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ അത്രയും സിസ്റ്റമാറ്റിക്കാണ്. എന്താണ് ഈ ക്രിയാറ്റൈൻ? നമ്മൾ സാധാരണ കിഡ്നിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, ക്രിയാറ്റിൻ ഇസ് എ നാച്ചുറലി ഒക്കറിംഗ് അമിനോ ആസിഡ് ദാറ്റ് ഹെൽപ്സ് ടു സപ്ലൈ എനർജി ടു മസിൽസ് ആൻഡ് നെർവ് സെൽസ്. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ചെന്ന് അതില് എനർജി റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ക്രിയാറ്റിൻ. ഓക്കെ, എന്നാൽ ആ പ്രോസസ്സിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് ആണ് ക്രിയാറ്റിനൈൻ, അതുപോലെ തന്നെ യൂറിയ. ക്രിയാറ്റിനൈൻ ഇസ് എ വേസ്റ്റ് പ്രൊഡക്ട്സ് ദാറ്റ് ഫോം ബൈ ദ മെറ്റാബോളിസം ഓഫ് ക്രിയാറ്റിൻ ആൻഡ് എക്സ്ക്രീറ്റ ഫ്രം ദ ബോഡി ത്രൂ യൂറിൻ. ഈ 2 വാക്കുകൾ നമ്മൾ പലപ്പോഴും തെറ്റി ഉപയോഗിക്കാണ്, ഒന്ന് ക്രിയാറ്റിൻ, ഒന്ന് ക്രിയാറ്റിൻ. ഓക്കെ, എങ്ങനെയാണ് കിഡ്നി ഫെയിലിയർ? അത് നമ്മൾ ടെക്നിക്കലി അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ പറയുന്നത് റീനൽ ഫെയിലിയർ എന്നാണ്. റീനൽ സാധാരണ ക്രിയാറ്റിൻ ലെവല് 0.6 മുതൽ 1.2 മില്ലിഗ്രാം ആണ് പെർ ഡെസിലിറ്റർ വരുന്നത് സാധാരണ ക്രിയാറ്റിൻ ലെവല്. ഒരാൾക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് യൂറിക് ആസിഡ്. അത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. യൂറിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ അമ്ല ഗുണം, രക്തത്തിന് അമ്ല സ്വഭാവം കൂടുന്നുണ്ട്. രക്തത്തിന് എപ്പോഴും വേണ്ടത് ക്ഷാര സ്വഭാവമാണ്. അമ്ല സ്വഭാവം കൂടുമ്പോഴാണ് യൂറിക് ആസിഡ്, അത് കിഡ്നി സ്റ്റോണും മറ്റു പല പ്രശ്നങ്ങളായിട്ട് കൺവേർട്ട് ആവാറുണ്ട്. ആണുങ്ങൾക്ക് 3.4 മുതൽ 7 വരെ, സ്ത്രീകൾക്ക് 2.4 മുതൽ 6 വരെ. ഓക്കെ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പൊ ഇതിൽ കൂടിക്കഴിഞ്ഞാൽ there is a chance for kidney issues. Then urea level 5 to 20. അപ്പോ ക്രിയാറ്റിന്റെ ഈ റേഞ്ച് വളരെ ചെറിയ റേഞ്ച് ആണ്, ഏകദേശം 0.6 ആണ് റേഞ്ച്. അപ്പോ ക്രിയാറ്റിൻ ലെവൽ 2 ഒക്കെ കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 50% നമ്മുടെ കിഡ്നി പണിമുടക്കി. കിഡ്നി പണിമുടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ പുറന്തള്ളേണ്ട വേസ്റ്റിൽ 50% രക്തത്തിലൂടെ റീസർക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അത് അടിഞ്ഞുകൂടുന്നു.
അത് പല പല ലക്ഷണങ്ങളായിട്ട് വരുന്നു. അത് നമുക്ക് വഴിയാവണ്ണം മനസ്സിലാക്കാം. ഇനി എല്ലാ കേസുകളിലും ക്രിയാറ്റിൻ കൂടുന്നത് കിഡ്നിക്ക് തകരാറ് കൊണ്ടല്ല. അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട്. ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് വേറെ കിഡ്നി പ്രോബ്ലം ഒന്നുമില്ല, മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷേ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരിക്കും. അതിൽ 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ചില ആളുകൾ ഭയങ്കര ഹെവി ഓർ ഹെക്ടി എക്സസൈസ് ചെയ്യും, അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ജിമ്മിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ദെൻ ഡീഹൈഡ്രേഷൻ, വെള്ളം തീരെ കുറഞ്ഞാലും ഇങ്ങനെ സംഭവിക്കാം. ദെൻ ഡയറോറ്റിക് മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം പെട്ടെന്ന് പോകാൻ വേണ്ടി കൊടുക്കുന്ന ചില ഇംഗ്ലീഷ് മരുന്നൊക്കെ ഉണ്ട്, ഡയറോറ്റിക് മെഡിസിൻ എന്ന് പറയും. അത് കഴിച്ചാലും ഇങ്ങനെ ചില ആളുകൾക്ക് ക്രിയാറ്റിൻ ലെവൽ കൂടും. പിന്നെ ഹെവി കൺസംഷൻ ഓഫ് അനിമൽ പ്രോട്ടീൻ, ജന്തുജന്യമായ പ്രോട്ടീൻ വളരെ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്കും ക്രിയാറ്റിൻ ലെവൽ കൂടും, പക്ഷെ കിഡ്നിക്ക് തകരാറുണ്ട്. അപ്പൊ ക്രിയാറ്റിൻ കൂടുക എന്നുള്ളതുകൊണ്ട് മാത്രം കിഡ്നിക്ക് തകരാറുണ്ട് എന്ന് ഉറപ്പില്ല. ഈ ചിത്രങ്ങളൊക്കെ പണ്ട് സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിഡ്നി ബേസിക്കലി അതിന്റെ ഉള്ളിലുള്ളത് നെഫ്രോൺസ് എന്ന് പറയുന്ന ഒരു അരിപ്പയാണ്. ആ അരിപ്പയുടെ കപ്പാസിറ്റിയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സ്പാൻ നിർണ്ണയിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ടതാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പാലരിക്കുന്ന അരിപ്പയിൽ ഒരു തുള വീണാൽ ആ അരിക്കുന്ന പാലിൽ അഴുക്ക് മുഴുവൻ നേരെ നമ്മൾ ഉപയോഗിക്കുന്ന പാലിലോട്ട് വരും, അല്ലേ? എങ്ങനെയാണ് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുക? സാധാരണ സീറം ക്രിയാറ്റിൻ ടെസ്റ്റ് ഉണ്ട്. പിന്നെ ശരിക്കുള്ള കിഡ്നി പ്രോബ്ലം ചെക്ക് ചെയ്യാൻ ഇപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? EGFR എന്ന് പറയും. ഇത് നമുക്ക് അത്ര പരിചയമുള്ള ഒരു വാക്കല്ല. എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതായത് കിഡ്നിയിലെ ഫിൽട്ടർ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് രക്തത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു അളവാണ് അത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കറക്റ്റ് കിഡ്നി പ്രോബ്ലം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു റേഷ്യോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണക്കുണ്ട്, എത്ര വരെ ആവാം. ഏകദേശം 90 മുതൽ 120 മില്ലി ഒരു മിനിറ്റിൽ രക്തം ഫിൽട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് പ്രശ്നമൊന്നുമില്ല. നോർമൽ EGFR, എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ്, അത് 60നും 89നും ഇടയ്ക്കാണ്. 90 താഴെ വന്നു 60നും 90നും ഇടയ്ക്ക് വന്നാൽ ചെറുതായിട്ട് കിഡ്നിക്ക് പ്രശ്നമുണ്ട്. അത് 30നും 60നും ഇടയ്ക്കാണെങ്കിലോ മോഡറേറ്റ് കിഡ്നി ഡിസീസ്, അത് അവിടെ തൊട്ട് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് ആയിട്ട് അത് മാറും. ക്രോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ട് ഇഷ്യൂലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതും കഴിഞ്ഞ് 15 മുതൽ 30 വരെയാണെങ്കിലോ സിവിയർ കിഡ്നി ഡാമേജ്, കിഡ്നിക്ക് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. ദെൻ ലെസ് ദാൻ 15 മില്ലി പെർ മിനിറ്റ് വരുമ്പോൾ കിഡ്നി ഫെയിലിയർ. അവിടേക്കാണ് നമുക്ക് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് മുന്നത്തെ സ്റ്റേജിൽ തന്നെ അത് റീപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്തു തുടങ്ങും. ഓക്കെ, സോ EGFR ശരിക്കുള്ള കിഡ്നി പ്രോബ്ലം എങ്ങനെയാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇപ്പൊ കിഡ്നി പ്രോബ്ലം വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഇൻഡിക്കേഷൻസ് ഉണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം, ദിസ് ഈസ് അക്യൂട്ട് ഓൺസെറ്റ് ഓഫ് ഹെമറ്റോറിയ. അതായത് നമ്മുടെ മൂത്രത്തില് വളരെ പെട്ടെന്ന് ചുമന്ന കളർ കാണുന്ന, അല്ലെങ്കിൽ രക്തത്തിന്റെ സാന്നിധ്യം വളരെ ഫാസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നു. അതുപോലെ രക്തത്തിലൂടെ ചെറുതായിട്ട് പ്രോട്ടീൻ പോകുന്നു. ഹൈപ്പർ ടെൻഷൻ, എഡിമ ആൻഡ് ഒളിഗൂറിയ. ഹൈപ്പർ ടെൻഷൻ നമുക്കറിയാം, BP കൂടുന്നു. എഡിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വെല്ലിംഗ് ഉണ്ടാവും, ശരീരത്തിലെ പല ഭാഗങ്ങളിൽ സ്വെല്ലിംഗ് അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവുന്നു. ഒളിഗൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിന്റെ ഔട്ട്പുട്ട് കുറയുന്നു, വളരെ കുറച്ച്. എത്ര വെള്ളം കുടിച്ചാലും മൂത്രം ഒഴിക്കുന്നത് വളരെ കുറവ്. ഈ ഒരു ഇൻഡിക്കേഷനാണ് അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം. അക്യൂട്ട് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അത്രയേ ഉള്ളൂ. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയൊരു ഇത് പെട്ടെന്നായിരിക്കും ഇത് വരുന്നത്. യൂറിനിൽ ബ്ലഡിന്റെ കളർ ചേഞ്ച് വരും വളരെ പെട്ടെന്ന്, ആൾമോസ്റ്റ് ബ്ലഡ് കളർ ആയിട്ട് വരും. ഇതിനാണ് അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം. ഇനി നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ട്, അത് കുറച്ചുകൂടി സീരിയസ് ആയി. കിഡ്നി ഡിസോർഡർ ഇൻ വിച്ച് ടു മച്ച് പ്രോട്ടീൻസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. മൂത്രത്തിലൂടെ ധാരാളം എന്ത് പോകുന്നുണ്ട്? പ്രോട്ടീൻ പോകും. ഹൈപ്പോ ആൽബുമിനമിയ ആൻഡ് എഡിമ, ഹൈപ്പർ ലിപ്പിഡമിയ ആൻഡ് ഹൈപ്പർ കൊയാഗുലബിലിറ്റി. സംഗതി ഇത്രയേ ഉള്ളൂ. ഇത് കിഡ്നിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഡാമേജ് തുടങ്ങുന്നു എന്ന് എന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇപ്പൊ ഒലിഗൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് യൂറിൻ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ഹൈപ്പോ ആൽബുമിനമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണേബിൾ ടു അബ്സോർബ് പ്രോട്ടീൻ. ശരീരത്തിന് പ്രോട്ടീൻ അബ്സോർബ് ചെയ്യാൻ പറ്റും, അതെല്ലാം വേസ്റ്റ് ആയിട്ട് പോവുകയാണ്. പിന്നെ ഹൈപ്പർ ലിപ്പിഡമിയ, അത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു. ഹൈപ്പർ കൊയാഗുലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വളരെ ഫാസ്റ്റ് ആയിട്ട് കട്ട പിടിക്കും. ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് വരും. ഇതൊക്കെ നെഫ്രോട്ടിക് സിൻഡ്രോം. നെഫ്രൈറ്റിക് സിൻഡ്രോം സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, കുറച്ചുകൂടി കഴിഞ്ഞ് നെഫ്രോട്ടിക് സിൻഡ്രോം. ദെൻ ദിസ് കോസസ്, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇൻഡിക്കേഷൻസ് ആണ് സ്വെല്ലിംഗ്. അതായത് ഈ കാൽക്കുഴയിലൊക്കെ, ആങ്കിൾസ് എന്ന് വെച്ചാൽ കാൽക്കുഴയിലൊക്കെ നീര് വരും, കാൽപാദത്തിന് നീര് വരും, കണ്ണിന്റെ ചുറ്റിനും
നീർക്കെട്ട് വരും. പിന്നെ മൂത്രത്തിൽ നല്ലപോലെ പത വരും. പൊതുവെ തടി കൂടും. എന്നാൽ നല്ല ക്ഷീണമായിരിക്കും. ഇതൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള നെഫ്രോട്ടിക് സിൻഡ്രോം. ഇത് നമ്മള് നാട്ടിൻപുറത്തൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ചില കുട്ടികൾ അവർക്ക് കണ്ണു മെഴിയില്ല, മൊത്തം നീരാണ്. നെഫ്രോട്ടിക് സിൻഡ്രത്തിന്റെ ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ കാലിലൊക്കെ നല്ലപോലെ നീര് വരിക. കൈ തൊട്ട് നോക്കിയാൽ ആ തൊട്ട വശം എവിടെയാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് അങ്ങനെ വല്ലാണ്ട് ഡീപ്രസ്ഡ് ആയിരിക്കും, പെട്ടെന്ന് പൊങ്ങി വരില്ല, ഒരു കുടി പോലെ രൂപപ്പെടും. അതായത് നല്ല നീർക്കെട്ട്. അത് നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ, പ്രത്യേകിച്ച് കുട്ടികളിൽ കണ്ടുവരുന്ന നെഫ്രോട്ടിക് സിൻഡ്രോത്തിന്റെ ലക്ഷണമാണ് അത്. ഇതിന് ഏറ്റവും നല്ലൊരു റെമഡിയാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പണ്ടുകാലത്ത് വീടുകളിൽ ചാണകം മെഴുകിയ നിലത്ത് കുട്ടികൾ മൂത്രമൊഴിക്കും. വീടിന്റെ ഉള്ളിൽ തന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ, മൂത്രം പറ്റിയാൽ ആ ചാണകത്തില് ചെറുതായിട്ട് ചാണകം മെഴുകിയ തറയിൽ വെളുത്ത പൊടി കണ്ടാൽ വീട്ടിലെ മുതിർന്ന അമ്മൂമ്മമാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത ചെമ്പരത്തി, നമ്മുടെ നാട്ടിൽ പൊതുവെ അത്ര ലഭ്യമല്ല, വെളുത്ത ചെമ്പരത്തി ഒരു 5-6 എടുത്തിട്ട് അരച്ച് മുകളിൽ അരച്ച് ഒരു 7 ദിവസം വരുമ്പോൾ എനിക്ക് കഴിക്കാൻ കൊടുക്കും. കിഡ്നിയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറും. അത് പലരും ചോദിക്കാറുണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടും? കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല, നമുക്ക് ധാരാളം ഇത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെടി കണ്ടാൽ അതിന്റെ ഒരു കമ്പ് കൊണ്ട് വീട്ടിൽ കുത്തുക. കാരണം കിഡ്നി രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ ഇന്നൊരു വീട്ടിൽ പോയപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കാണുന്നുള്ളതിന് തെളിവാണ്. എനിക്കൊരു വെളുത്ത ചെമ്പരത്തി കിട്ടി. അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ കൊടുക്കാം. ഒരു 5 വെളുത്ത ചെമ്പരത്തി എടുത്ത് അരച്ച് മോരിൽ ചേർത്ത് അരച്ച് ഒരു 7 ദിവസം വരുമ്പോഴേക്കും കഴിക്കുക. നെഫ്രോട്ടിക് സിൻഡ്രോം, അതായത് കിഡ്നിക്ക് ചെറിയ ഡാമേജ് വരുന്നുള്ളതിന് ഇൻഡിക്കേറ്റ്, അതിന് ഏറ്റവും നല്ലതാണ്. അതിന്റെ കുറച്ച് ലക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ട്. കിഡ്നിക്ക് പ്രോബ്ലം വരുന്ന സമയത്ത് എന്തൊക്കെയാ ഉണ്ടാവുക എന്നുള്ളത്. എഡിമ എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, നീർക്കെട്ട്, നീര് വരും. അതുപോലെ തന്നെ സ്കിന്ന് പതുക്കെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊളിയാൻ തുടങ്ങും. ഈ സൊറിയാസിസ് വരുമ്പോൾ സ്കിന്ന് പൊളിയുന്ന അതേപോലെ തന്നെ. പിന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു, പ്രോട്ടീൻ യൂറിയ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നു. പിന്നെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി എപ്പോഴും ഉണ്ടാവും, ഛർദ്ദിക്കാനുള്ള ഒരു പ്രവണത, ചിലപ്പോൾ ഛർദ്ദി ഉണ്ടാവും. പിന്നെ ഹാർട്ട് ബീറ്റ്, ടാക്കോകാർഡിയ, ഹാർട്ട് ബീറ്റ് വളരെ കൂടും, 100-ൽ കൂടുതലൊക്കെ ഹാർട്ട് ബീറ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ ഒരു പ്രോബ്ലം നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ ഒരു പ്രൈമറി ലെവലിൽ നിന്ന് ഒരു സെക്കൻഡറി ലെവലിലേക്ക് വരുമ്പോണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, നല്ലപോലെ ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട്. എന്ത്? കിഡ്നി സ്റ്റോൺ. കല്ലിന് ക്ഷാമമൊന്നുമില്ല. കിഡ്നി സ്റ്റോൺ ഇസ് എ ഹാർഡ് ഒബ്ജക്ട് ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻ ദ യൂറിൻ. അതായത് മൂത്രത്തിലെ കെമിക്കലുകൾ കൊണ്ട് രൂപപ്പെടുന്ന ഒന്നാണ് കിഡ്നി സ്റ്റോൺ. ദർ ആർ വെരി കോമൺ ആൻഡ് ഓഫൻ ഒക്കേഴ്സ് ഇൻ ചിൽഡ്രൻ, ഇൻഫൻസ് ആൻഡ് എല്ലാ പ്രായത്തിലുള്ള ആളുകൾ ഇത് കണ്ടുവരാറുണ്ട്. പൊതുവെ അതിന്റെ ലക്ഷണം, കിഡ്നി സ്റ്റോണിന്റെ ലക്ഷണം എന്താണ്? സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടാവും. പിന്നെ മൂത്രത്തിൽ പലപ്പോഴും ബ്ലഡിന്റെ അംശം കാണും. ഛർദ്ദിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും. ചിലപ്പോൾ ഛർദ്ദിക്കും, പനി വരും, മൂത്രത്തിന് വളരെ ഡർട്ടി ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാവും. ഇതൊക്കെയാണ് കിഡ്നി സ്റ്റോണിൽ ഉള്ളതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ. Each year more than 500,000 people go under surgery for kidney stone problem. 500,000 ആളുകളാണ് ഓരോ വർഷവും നമ്മുടെ നാട്ടില് കിഡ്നി സ്റ്റോണിന്റെ അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷന് വിധേയമാകുന്നത്. ഇതിന് പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്, പരിഹാരങ്ങളോടുകൂടി പറയാം. ഇനി യൂറിനറി കാൽക്കുലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. അതിന്റെ കാരണങ്ങൾ മെയിൻലി വരുന്നത് കാൽഷ്യം സ്റ്റോൺ ആണ്. പിന്നെ മിക്സർ സ്റ്റോണിന്റെ സ്റ്റോയിഡ് സ്റ്റോൺസ് പറയും, പലതരത്തിലുള്ള കെമിക്കലുകൾ കൊണ്ട് ഉണ്ടാവുന്നത്. ദെൻ യൂറിക് ആസിഡ് സ്റ്റോൺസ്, ദെൻ സിസ്റ്റൈൻ സ്റ്റോൺസ്, ദെൻ അതർ കാൽക്കുലി. ഇങ്ങനെ പലതരത്തിലുള്ള കല്ലുകളുടെ ഏറ്റവും പ്രധാനമായും വരുന്നത് കാൽഷ്യം സ്റ്റോൺസ് ആണ്. എങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ വരുന്നത്? ഒന്ന്, യൂറിനറി ഇൻഫെക്ഷൻ. നമ്മുടെ നാട്ടില് ധാരാളം ആളുകൾക്കുള്ള പ്രശ്നമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അത് സ്ത്രീകൾക്കാണ് വളരെ കൂടുതൽ. മെയിൻ കാരണം വെള്ളം കുടിക്കാത്തതാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഗിലോയിട്രസിൻ, ഇതുപോലെ പറയാം. അത് ഇതിന് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരും. റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, വെള്ളത്തിലിരിക്കാനോ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ സിവിയർ ഡീഹൈഡ്രേഷൻ, വെള്ളം തീരെ കുടിക്കാത്ത അവസ്ഥ. ഈറ്റിംഗ് ഫുഡ് വിത്ത് ടു മച്ച് സോൾട്ട് ആൻഡ് ഷുഗർ. നമ്മുടെ ശരീരത്തിലെ ഉപ്പിന്റെ അളവ് എത്ര കുറയ്ക്കുന്നു? വെളുത്ത 5 വിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷമാണ് ഉപ്പും പഞ്ചസാരയും. എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്, നിർത്തിയാൽ ഏറ്റവും നല്ലത്. ഫാമിലി ഹിസ്റ്ററി എന്നുള്ളത് വീട്ടിൽ ആർക്കെങ്കിലും കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത പാരമ്പര്യമായിട്ട് പറയുന്നതല്ല,
അച്ഛനും അമ്മയും ഫോളോ ചെയ്യുന്ന അതേ ഭക്ഷണ രീതി, അതേ ഭക്ഷണക്രമം, അതേ ജീവിതശൈലി മക്കൾ ഫോളോ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വരുന്ന രോഗങ്ങൾ മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത്രേ പറയുന്നുള്ളൂ ഫാമിലി ഹിസ്റ്ററി. ഹൈ മീറ്റ് കൺസംഷൻ, പ്രോസസ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, അതായത് ധാരാളം ഇറച്ചി ധാരാളം കഴിക്കുക, അതുപോലെ പ്രോസസ് ഫുഡ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത ഫുഡ്, അതുപോലെ ഡ്രിങ്ക്സ് ധാരാളം കഴിക്കുക. ഇതൊക്കെ കിഡ്നി സ്റ്റോണിന് കാരണമാവും. ദെൻ ടൈപ്സ് ഓഫ് റീനൽ ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ ഏതൊക്കെ തരത്തിലുണ്ട്? മെയിൻലി 2 തരത്തിലുള്ള ഒന്ന് അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണ്, ക്രോണിക് റീനൽ ഫെയിലിയർ. അക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഈസിലി റിവേഴ്സിബിൾ ആണ്. മറ്റേതോ അത്ര ഈസിലി റിവേഴ്സിബിൾ അല്ല, വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ? ഇസ് ഓൾസോ നോൺ ആസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഇറ്റ് ഈസ് എ സഡൻ ആൻഡ് യൂഷ്വലി റിവേഴ്സിബിൾ ലോസ് ഓഫ് റീനൽ ഫംഗ്ഷൻ. അതായത് വേറെ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് പെട്ടെന്ന് കിഡ്നിയുടെ ഫംഗ്ഷൻ വീക്ക് ആവുക. അപ്പൊ മറ്റു പല അസുഖങ്ങളും വന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത ആളുകൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടിയിരിക്കുന്നു, കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ. ഇറ്റ്സ് നോൺ ആസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഇറ്റ് ഈസ് എ സഡൻ ആൻഡ് യൂഷ്വലി റിവേഴ്സിബിൾ loss of renal function which develops rapidly over a few hours or days or weeks and is usually accompanied by a reduction in urine volume. അപ്പോൾ ഇത് നമുക്ക് അറിയാൻ പറ്റുന്ന എങ്ങനെയാ? മൂത്രം ഒഴിക്കുന്നതിന്റെ അളവ് വളരെ വളരെ കുറയും. മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ പെട്ടെന്നുണ്ടാകുന്ന, അതായത് കിഡ്നിക്ക് തകരാറ് വന്നിട്ടല്ല, മറ്റെന്തെങ്കിലും മെഡിസിന്റെ യൂസ് കൊണ്ടോ വരുന്നതായിരിക്കാം. അതിനെന്തൊക്കെയാ കാരണങ്ങൾ? ഒന്ന് ഹാർട്ട് ഫെയിലിയർ, അല്ലെ? മറ്റു പല രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ചിലപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ആയിട്ട് ചെല്ലുന്ന ആളായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അവർ പറയും. ഇത് അക്യൂട്ട് ആണ്, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ബ്ലഡ് ഓർ ഫ്ലൂയിഡ് ലോസ്, ശരീരത്തിന് ബ്ലഡ് നഷ്ടപ്പെടുക, അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ, ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് ഹു ആർ ഹോസ്പിറ്റലൈസ്, വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ആയ പേഷ്യൻസിന് പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇൻഫെക്ഷൻ, അതുപോലെ ഡെങ്കു ഫീവർ വരുമ്പോൾ, അതുപോലെ സ്ട്രോക്ക് വരുമ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് റിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ക്രോണിക് റീനൽ ഫെയിലിയർ, ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. കിഡ്നിക്ക് മേജർ ആയിട്ടൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇറിവേഴ്സിബിൾ ഡിറ്റോറിയേഷൻ ഇൻ റീനൽ ഫംഗ്ഷൻ വിച്ച് ക്ലാസിക്കലി ഡെവലപ്സ് ഓവർ ഇയേഴ്സ്. വർഷങ്ങളെ കൊണ്ടുണ്ടാവുന്നതാണ് കിഡ്നിയുടെ ഡാമേജ് വന്ന് ഒരുപക്ഷെ നമ്മൾ അറിയുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. പേഷ്യന്റ് മേ പ്രസന്റ് വിത്ത് raised blood urea and creatinine, high blood pressure, anemia, proteinuria, nausea, vomiting, muscular cramps, drowsiness, palpitation and deep respiration. ഞാൻ ഓരോന്നും പറയാം. അപ്പൊ ഇത്തരം കേസുകളിൽ ഉണ്ടാകുന്ന ചില ഇൻഡിക്കേഷൻ എന്തൊക്കെയാണ്? ഇതെല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബ്ലഡിലെ യൂറിയ ലെവൽ കൂടുതലായി. ഓക്കെ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ മെയിൻലി നോക്കുന്ന ഒന്നാണ് യൂറിയ, ക്രിയാറ്റിൻ, EGFR ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ ക്രിയാറ്റിൻ ലെവൽ കൂടുന്നു, BP കൂടുന്നു. അപ്പൊ കിഡ്നിക്ക് ഒരു തകരാറ് വരുമ്പോൾ BP കൂടാനുള്ള സാധ്യതയുണ്ട്. BP കൂടുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ BP കൂടിയാൽ കിഡ്നിക്ക് തകരാറ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ അനീമിയ, ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നു, പ്രോട്ടീൻ യൂരിയ, മൂത്രത്തിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നു, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി, അതിന് നോസിയ എന്ന് പറയും. പിന്നെ ഛർദി ഉണ്ടാവാം. മസ്കുലർ ക്രാംസ്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ മസിലുകളൊക്കെ, മസിൽ കൊഴിക്കുക എന്ന് പറയും, മസിൽ പിടിക്കുക എന്ന് പറയും. ഡ്രൗസിനസ്, പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോകുന്ന, ഉറങ്ങിപ്പോകുന്ന അവസ്ഥ, അല്ലെ? ബോഡി ഭയങ്കര വീക്കാവുന്നു, പാൽപിറ്റേഷൻ, അതുപോലെ ഡീപ് റെസ്പിറേഷൻ, അതായത് ഒരു മിനിറ്റിലെടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ അളവ് വളരെ വളരെ കുറഞ്ഞു വരും. ഓക്കെ, ഇതൊക്കെയാണ് ക്രോണിക് റീനൽ ഫെയിലിയർ വരുമ്പോൾ വരുന്ന ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ പല കാരണങ്ങളും ഇതിൽ തന്നെ വരുന്നുണ്ട്. ദെൻ കോസ് ഓഫ് ക്രോണിക് റീനൽ ഫെയിലിയർ, ഒന്ന് ഡയബറ്റിക്സ്. അപ്പൊ ഡയബറ്റിക്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡയബറ്റിക്സ് വരാതിരിക്കാൻ നോക്കണം. നമുക്ക് അതിൽ എന്തുണ്ട്? നമ്മുടെ ഏറ്റവും വണ്ടർഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൈസം പ്രോഡക്റ്റ്. ടാബ്ലറ്റിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, അതിന് പകരമായിട്ട് നമുക്ക് ന്യൂട്രിചാർജ് S5 കൊടുക്കാം, മറ്റു പ്രൊഡക്റ്റിലും യൂസ് ചെയ്യാം. ഗിലോയ് തുളസി കൊടുക്കാം, വണ്ടർഫുൾ റിസൾട്ട് ആണ്. ഹൈപ്പർ ടെൻഷൻ ഒഴിവാക്കാൻ നമുക്ക് ഗാമോറൈസിനോട് കൊടുക്കാം, ബെഞ്ചോമേഗ കൊടുക്കാം. ദെൻ ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നി, അതുകൊണ്ടും ക്രോണിക് വരുന്ന നീർക്കെട്ട്. ദെൻ റിപ്പീറ്റഡ് കിഡ്നി ഇൻഫെക്ഷൻ ആണ് ഫ്രീക്വന്റ് കിഡ്നി സ്റ്റോൺസ്. സ്ഥിരമായിട്ട് കിഡ്നി സ്റ്റോൺ വരുന്ന കേസുകളിൽ പലപ്പോഴും അത് ക്രോണിക് കിഡ്നി ഡിസീസ് ആയിട്ട് മാറാറുണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം, അത് അതിന്റെ പ്രൈമറി സ്റ്റേജ് ആണ്, നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. പ്രൊലോങ്ഡ് മെഡിക്കേഷൻ, ദീർഘകാലം നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ടോക്സിൻസ് ആയിട്ട് ശരീരത്തിന് പുറന്തള്ളാൻ പറ്റാതെ കിഡ്നിക്ക് ഡാമേജ് വരുത്താറുണ്ട്. ദെൻ ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ അതിന്റെ കാരണങ്ങളാണ്. ഇതെല്ലാം ഒന്നും കൂടി സമ്മറൈസ് ചെയ്തിരിക്കുന്നതാണ് അതിന്റെ കിഡ്നി ഡിസീസിന്റെ ലക്ഷണങ്ങൾ. അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഒരാൾക്ക് കിഡ്നിക്ക് തകരാറുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഇൻഡിക്കേഷൻ ബോഡി തരും. ഒന്ന് ഫാറ്റീഗ്, എത്ര വിശ്രമിച്ചാലും ക്ഷീണം മാറാത്ത അവസ്ഥ. ടയർനെസിന്റെ പ്രത്യേകത, നമ്മൾ വിശ്രമിച്ചു കഴിഞ്ഞാൽ ക്ഷീണം മാറും. പക്ഷെ ഇത് അങ്ങനെയല്ല, എത്ര വിശ്രമിച്ചാലും
റെസ്റ്റ് എടുത്താലും ക്ഷീണം മാറില്ല. പാൻറ്റിക്, കിതപ്പ്, നമുക്ക് നിവർന്ന് നടക്കാൻ പറ്റാത്ത അത്രയും ടയർഡ്നെസ്, പാൽപിറ്റേഷൻ, ദെൻ ഹെഡേക്ക്, തലവേദന, തലകറക്കം, ഒരു കാര്യത്തിന് ശ്രദ്ധയില്ലാത്ത അവസ്ഥ. കാരണം എന്താ, ബ്ലഡിൽ ഹൈ യൂറിയ ആണ്, അതുപോലെ ലോ HB ആണ്. ഹിമോഗ്ലോബിൻ കുറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഇംബാലൻസ്ഡ് ആവും. കാരണം ശരീരത്തിലെ സർവ്വകാര്യങ്ങളും ആ ഹിമോഗ്ലോബിന്റെ ബേസിലാണ് നടക്കുന്നത്. ദെൻ കിഡ്നി ഫെയിലിയറിന്റെ മറ്റൊരു ഇൻഡിക്കേഷൻ ആണ് ഹൈ ബ്ലഡ് പ്രഷർ. അപ്പൊ BP കൂടുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ ഇൻസോംനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ, തീരെ ഉറക്കം ഇല്ലേ, എനിക്ക് ഉറങ്ങിയാൽ തന്നെ ഡീപ് സ്ലീപ്പ് കിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അതുപോലെ കുറുക്കമ്പരി മറ്റു പല കാരണങ്ങളാലും വരും. മൂക്കിന്റെ പാലം വളഞ്ഞാൽ, മൂക്കിന്റെ ഉള്ളിൽ ദശ വളർന്നാൽ, അതൊക്കെ ഈ സ്നോറിങ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതും അതിന്റെ ഒരു ലക്ഷണമാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉച്ഛ്വാസവായുവില് ഭയങ്കരമായിട്ട് മൂത്രത്തിന്റെ മണം വരും. അത് പ്രത്യേകിച്ച് കൂടെ കിടക്കുന്ന ആൾക്കറിയുള്ളൂ. എക്സീൽ എയർ ഹാവിംഗ് സ്മെൽ ഓഫ് യൂറിൻ ഡ്യൂ ടു ഹൈ യൂറിയ ഇൻ ദ ബ്ലഡ്. അപ്പൊ ഇതൊക്കെ കിഡ്നിക്ക് ചെറിയ തകരാറുണ്ട് എന്നുള്ളത് ഇൻഡിക്കേഷൻ ആണ്. ഏത് രോഗം വരുമ്പോഴും അതിന്റെ ചെറുതായിട്ടുള്ള സിഗ്നലുകൾ ശരീരം തരും. ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാറില്ലേ. പിന്നെയോ സ്കിന്നില് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചില്, പ്രത്യേകിച്ച് മുട്ടിന് താഴെ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചില് വരും. അതൊരു ഇൻഡിക്കേഷൻ ആണ് കിഡ്നിക്ക് ചെറിയ തകരാറുണ്ട്. ഇനി ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, ചൊറിച്ചിലും ഉണ്ടാവും, ആ ഭാഗത്ത് ഒരു കറുത്ത പാടുകൾ വരും. ഓക്കെ, so below knee for diabetic patients itching will be with the discoloration as toxins are not removed. കാരണം എന്താ, നമ്മുടെ ശരീരത്തില് ടോക്സിൻ റിമൂവ് ചെയ്യാൻ കിഡ്നിക്ക് പറ്റുന്നില്ല. അത് വീണ്ടും ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യാണ്. അഴുക്ക് വെള്ളം തന്നെ കംപ്ലീറ്റ്ലി, അഴുക്ക് രക്തം തന്നെ ശരീരത്തിൽ വീണ്ടും വീണ്ടും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഡിസ്കളറേഷൻ വരുന്നത്. ഫ്രീക്വന്റ് ടെൻഡൻസി ഓഫ് യൂറിനേഷൻ എസ്പെഷ്യലി നൈറ്റ് ടൈം. ഇപ്പൊ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ എണീക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ, അത് പല കാരണങ്ങളും ഉണ്ട്, ഒരുപക്ഷെ ഇതായിരിക്കാം കാരണം, കിഡ്നിക്ക് വരുന്ന ഒരു തകരാറായിരിക്കാം. പക്ഷെ എത്ര മൂത്രമൊഴിക്കാൻ പോയാലും മൂത്രം പോകുന്നതിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതുപോലെ ഡിസ്കളേർഡ് യൂറിൻ ഓർ ബ്ലഡ് സ്റ്റെയിൻ യൂറിൻ, അതായത് മൂത്രത്തിന്റെ നിറം മങ്ങ, അതുപോലെ രക്തത്തിന്റെ നിറമുള്ള അല്ലെങ്കിൽ രക്തം കലർന്ന മൂത്രം പോകുന്ന ഒരു സിറ്റുവേഷൻ. ദെൻ എക്സസീവ് ഫോം, മൂത്രത്തിൽ ഭയങ്കര പത വരും. അപ്പൊ എല്ലാവരും മൂത്രമൊഴിക്കുമ്പോൾ പത വരും. പക്ഷേ കിഡ്നി പേഷ്യൻസ് മൂത്രമൊഴിക്കുമ്പോൾ അതിലെ ബബിൾസ് പെട്ടെന്ന് പൊട്ടില്ല, അത് പെട്ടെന്ന് ബ്രേക്ക് ആവില്ല, അതങ്ങനെ നിൽക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ആര് മൂത്രമൊഴിക്കുമ്പോൾ ചെറുതായിട്ട് പത വരും, മൂത്രമൊഴിക്കുന്നതിന്റെ ആംഗിള്, അതിന്റെ ഫോഴ്സ്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. അപ്പൊ പത വരുന്നു എന്നുള്ളത് നോർമലാണ്. എക്സസീവ് ഫോം വരുന്നു, പത വരുന്നു. ആ പത അല്ലെങ്കിൽ അതിലെ കുമിളകൾ പൊട്ടാത്ത അവസ്ഥ തീർച്ചയായിട്ടും അത് ഒരു പക്ഷേ കിഡ്നി രോഗത്തിന്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ദെൻ പഫ്നെസ്, ഞാൻ പറഞ്ഞു കൺതടങ്ങളിൽ നീര് വരിക, നീർക്കെട്ട് വരിക. പഫ്നെസ് മീൻസ് ഫാറ്റ്നസ് അറൗണ്ട് ഐസ്, എസെൻഷ്യൽ പ്രോട്ടീൻസ് ആർ ലോസ്. അതായത് ശരീരത്തിലെ പ്രോട്ടീൻ ഒക്കെ നഷ്ടപ്പെട്ടു, അവിടെയുള്ളത് അൺവാണ്ടഡ് ആയ ടോക്സിൻ ശരീരം അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ബേസിക്കലി ഈ പറയുന്ന പഫ്നെസ്. ഫാറ്റ്നസ് അറൗണ്ട് ഐസ് എന്ന് പറയും. അല്ലെങ്കിൽ കൺതടങ്ങളിൽ ഒരു നീര് വരിക, കണ്ണൊക്കെ ചെറുതായിട്ട് വരിക. ദെൻ ഡ്യൂ ടു മസിൽ ലോസ് കിഡ്നി പേഷ്യൻസ് വിൽ ബിക്കം ലീൻ ആൻഡ് തിൻ. ഇത്തരം ആളുകൾ പലപ്പോഴും ചില കേസുകൾ ഫാറ്റ് കൂടുന്നുണ്ട്, പക്ഷെ ഭൂരിപക്ഷം കേസുകളിലും കിഡ്നി പേഷ്യൻസ് അവിടെ ലീൻ ആൻഡ് തിൻ ആയിട്ട് വരും. കാരണം ശരീരത്തിലെ പ്രോട്ടീൻ ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ സ്വെല്ലിംഗ് ഓൺ ഫീറ്റ്, അതായത് പ്രത്യേകിച്ച് കാലിൽ ഭയങ്കരമായിട്ടുള്ള നീര് വരും, കാൽക്കുഴയില് നീര് വരും, പിന്നെ വിരലുകളിൽ നീര് വരും, കാൽപാദത്തിൽ നീര് വരും. അതിൽ ഏറ്റവും സാധാരണ കിഡ്നി പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുവരുന്നത് വിരലുകളിൽ വരുന്ന നീരാണ്. ഇനി നീര് മറ്റു പല കാരണങ്ങളെ കൊണ്ടും വരും. ആർത്രൈറ്റിസ് കൊണ്ട് നീര് വരാം, യൂറിക് ആസിഡ് കൊണ്ട് നീര് വരാം. അപ്പൊ ഇതുമായിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാം എന്താണ് കാരണം. ഇതൊക്കെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഒരു ലക്ഷണം പല രോഗത്തിനും ഒരേ ലക്ഷണമുണ്ട്. ലാക്ക് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മ, അതുപോലെ നോസിയ, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള ഒരു പ്രവണത. കാരണം എന്താ, നമ്മുടെ ശരീരത്തില് ബ്ലഡില് യൂറിയയുടെ അളവ് വളരെ കൂടുതലാണ്. അത് ഓട്ടോമാറ്റിക്കലി കിഡ്നി ഫംഗ്ഷനെ ബാധിക്കും. മസിൽ ക്രാമ്പിങ്, ഇത് ആൾറെഡി നമ്മൾ പറഞ്ഞു. മസിൽ കയറ്റുക അല്ലെങ്കിൽ മസിൽ ഇങ്ങനെ കോച്ചി പിടിക്കുക, പെട്ടെന്ന് ശരീരത്തിൽ അവിടെയും ഇവിടെ ഉളുക്കുകൾ ഉണ്ടാവുക, ലോസ് ഓഫ് കാൽഷ്യം ത്രൂ യൂറിൻ ആൻഡ് ഹൈ പൊട്ടാസ്യം ഇൻ ബ്ലഡ്. ഇതൊക്കെ അതിന്റെ കാരണങ്ങൾ, അതിന്റെ ലക്ഷണങ്ങളാണ്. ദെൻ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ? അപ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, വന്നവർക്ക്; രണ്ട്, വരാതിരിക്കുക. റെമഡീസ്, പരിഹാരങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളിൽ 4 അതിലധികമോ ലക്ഷണമോ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഒരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യം, വെള്ളം നന്നായിട്ട് കുടിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്, ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം. അപ്പോൾ 60 കിലോ ശരീരഭാരമുള്ള ഒരു ആവറേജ് മലയാളി ഒരു ദിവസം മിനിമം 3 ലിറ്റർ നന്നായിട്ട്
ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, നന്നായിട്ട് വിയർക്കുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് 3.5 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കും ഓരോ 60 കിലോയ്ക്കും. ഓക്കെ, അപ്പോൾ ഡ്രിങ്ക് സഫിഷ്യന്റ് വാട്ടർ. ഇനി കിഡ്നിക്ക് ഡാമേജ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ വെള്ളത്തിന്റെ അളവിന് ഒരു കൺട്രോൾ ഉണ്ട്. അതായത് കുടിക്കുന്ന വെള്ളം ഇപ്പൊ 2 ലിറ്റർ 600 മില്ലി കഴിച്ചു, വെള്ളം കുടിച്ചു, 600 മില്ലിയെങ്കിലും പുറത്തു പോകണം. കിഡ്നി ഈസ് ഹാവിംഗ് പ്രോബ്ലം ബട്ട് ഡയാലിസിസ് ഹാസ് നോട്ട് സ്റ്റാർട്ടഡ് ദെൻ ദ വാട്ടർ ഇൻടേക്ക് ആൻഡ് യൂറിൻ ഷുഡ് ബി 600 ml ഡിഫറൻസ്. അപ്പോ 2,600 വെള്ളം കുടിച്ചാൽ 2 ലിറ്റർ വെള്ളം പുറത്തു പോകണം മൂത്രമായിട്ട്, മിനിമം ഒരു 600 ശരീരത്തിൽ നിലനിൽക്കണം. അപ്പോൾ ആ സമയത്ത് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. പക്ഷെ പല ആളുകളും തുടക്കത്തിൽ തന്നെ കിഡ്നിക്ക് എന്ത് പ്രശ്നം വന്നാലും അപ്പൊ ആദ്യം വെള്ളം കുടി നിർത്തും. ചെറിയ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വെള്ളം കുടി നിർത്തേണ്ട ആവശ്യം, വെള്ളം നമുക്ക് ആവശ്യത്തിന് കുടിക്കാം. ഓക്കെ, ദെൻ ഡോണ്ട് സ്റ്റോപ്പ് ടേക്കിംഗ് വാട്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡിക്റ്റേറ്റിംഗ് കിഡ്നി ഡിസീസ്. പലരും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് എന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കംപ്ലീറ്റ് പ്രോട്ടീൻ നിർത്തും. ആൾറെഡി പ്രോട്ടീൻ ശരീരത്തിന് നഷ്ടപ്പെടുകയാണ്. ഇൻപുട്ട് ആയിട്ട് പ്രോട്ടീൻ കിട്ടുമെങ്കിൽ ശരീരത്തിന് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് പ്രോട്ടീൻ വരും. മസിലുകൾ വളരെ വീക്കാവും, ആള് ലീൻ ആൻഡ് തിന്നാവും, ഭയങ്കരമായിട്ടുള്ള തലകറക്കും കാര്യങ്ങളൊക്കെ വരും. ആക്ച്വലി നടക്കാൻ, കാരണം പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മുടെ ഹിമോഗ്ലോബിൻ ഉണ്ടാവില്ല. അയൺ ബോഡിയിൽ ഉണ്ടെങ്കിൽ പോലും അത് ഹിമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വേണം. ഡോണ്ട് സ്റ്റോപ്പ് ടേക്കിംഗ് പ്രോട്ടീൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡിറ്റക്ടിംഗ് കിഡ്നി ഡിസീസ്. പക്ഷെ അനിമൽ പ്രോട്ടീൻ അതുപോലെ ഒഴിവാക്കുക. അതിന് പകരം നമുക്ക് വീഗൻ പ്രോട്ടീൻ, വെജിറ്റബിൾ പ്രോട്ടീൻ നമുക്ക് ചെറിയ അളവിലെങ്കിലും കഴിക്കാം. എത്ര അളവിൽ കഴിക്കണം എന്നുള്ളത് പറയാം. പിന്നെ പുകവലിക്കുന്ന ആളുകൾ, ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പൊതുവെ അത്തരം ആളുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതായത് ഡി അഡിക്ഷൻ എന്ന് പറയുന്ന ലഹരി നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരില്ല. പക്ഷെ ഇങ്ങനെ പുറത്തുള്ള ആളുകൾ ധാരാളം ഇതൊക്കെ പുകവലിക്കുന്നവരുണ്ട്. അതുപോലെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, അതായത് നമ്മുടെ ശരീരത്തിലെ വെയിനുകൾക്ക് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. അതുപോലെ കെമിക്കൽസ്, പുകയിലുള്ള കെമിക്കൽസ് ബ്ലഡ് വെസൽസിനെ ഡാമേജ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ കുറയും. എവിടെ? കിഡ്നിയിലെ ലീഡ്സ് കിഡ്നി ക്യാൻസർ ആൻഡ് ഓൾമോസ്റ്റ് അതർ അബ്നോർമൽ ഗ്രോത്ത്. അപ്പൊ കിഡ്നിയിൽ ക്യാൻസർ വരാൻ വരെ സാധ്യതയുണ്ട്. സോ അവോയ്ഡ് സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി. ദെൻ സ്റ്റോപ്പ് ലിക്കർ. മദ്യം കഴിക്കുമ്പോൾ രക്തത്തിലെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്ഡ് ആവും. മാത്രമല്ല കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. മദ്യം കഴിക്കുന്ന ആളുകൾ ധാരാളം വെള്ളം ശരീരത്തിൽ നഷ്ടപ്പെടും മൂത്രത്തിലൂടെ, അല്ലെ? ബിയറൊക്കെ കഴിക്കുന്ന ആളുകൾ ധാരാളം മൂത്രമൊഴിക്കുന്നതാണ്. ഇതാണ് കാരണം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ഓൾ ദീസ് ടോക്സിക് ഐറ്റംസ്. ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക. ദെൻ അവോയ്ഡ് പ്രിസർവേറ്റീവ്സ് ആഡഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഭക്ഷണം, നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ഒബീസിറ്റി കുറയ്ക്കുക. അങ്ങനെ ഒബീസിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്റേണൽ ഫാറ്റും എക്സ്റ്റേണൽ ഫാറ്റും, ഇന്റേണൽ ഫാറ്റ് എന്ന് വെച്ചാൽ വിസൽ ഫാറ്റ് ഒക്കെ ഉള്ളിൽ കൂടുമ്പോൾ അത് കിഡ്നിക്ക് മേലെ ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കും. അത് കിഡ്നിയുടെ ഫംഗ്ഷനെ കാര്യമായിട്ട് ബാധിക്കും. ഡു റെഗുലർ എക്സസൈസ്. എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം ഇറ്റ് വിൽ കൺട്രോൾ BP ആൻഡ് ഡയബറ്റിക്സ്, അല്ലെ? റെഗുലർ ആയിട്ട് ഒരു 20-30 മിനിറ്റ് ഡെയിലി എക്സസൈസോ യോഗ ഡാൻസോ അല്ലെങ്കിൽ ഓട്ടമോ ചാട്ടമോ നടത്തമോ വട്ടവർ ഇറ്റ് ഈസ് ചെയ്ത് കഴിഞ്ഞാൽ BP കൺട്രോൾ ആവും, ശരിക്കും കൺട്രോൾ ആവും, ഡയബറ്റീസും കൺട്രോൾ ആവും. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ടൈമില്ല. മാത്രമല്ല എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? BP ഷുഗർ നോർമൽ ആക്കി നിലനിർത്തും. BP റെഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് വെജൊമേഗ. ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് GLUH+C+, നമ്മുടെ ഗ്ലൈസം പ്രോഡക്റ്റ്. ഓക്കെ. അവോയ്ഡ് സെൽഫ് മെഡിക്കേഷൻ ഫോർ പെയിൻ റിലീഫ്. ഏറ്റവും കൂടുതൽ കിഡ്നിക്ക് തകരാറ് വരുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. നമ്മൾ ഇഷ്ടംപോലെ മരുന്നുകൾ കഴിക്കും. വേദനാ സംഹാരികൾ ഏറ്റവും കൂടുതൽ കിഡ്നിയെ തകർക്കും. ആന്റിബയോട്ടിക്കുകൾ, ഇതൊക്കെ നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരു പക്ഷെ നമുക്ക് കഴിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്കോപ്പിൻ, തക്കാളിയിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട് ആണ്. നമുക്കറിയാം ന്യൂട്രിചാർജ്, മെന്നിലും മുകളിലൊക്കെ ഉണ്ട് ലിക്കോപ്പിൻ. ആന്റി ക്യാൻസറസ് ആണ്. പക്ഷെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അത് ക്രോണിക് കിഡ്നി ഡിസീസിനെ അത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഒരാൾക്ക് കിഡ്നി രോഗം വരാതിരിക്കാൻ ന്യൂട്രിചാർജ്, മെന്നു മുകളിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്, വെജൊമേഗ യൂസ് ചെയ്യുന്നത്, ഗാമോറൈസിനോൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ലിക്കോപ്പിൻ ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നാച്ചുറലി ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു പൈസ ചെലവില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് റെജുവിനേറ്റ് കിഡ്നി വിത്ത് ഹോട്ട് പാക്ക് ആൻഡ് കോൾഡ് പാക്ക് അറ്റ് ഫ്രണ്ട് ഒംബിലിക്കൽ ഏരിയ ഫോർ 20 മിനിറ്റ്സ് ഫോർ ഇംപ്രൂവിംഗ് ബ്ലഡ് സർക്കുലേഷൻ. അതായത് ഹോട്ട് ആൻഡ് കോൾഡ് പാക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ബാക്ക് സൈഡിൽ കമിഴ്ന്ന് കിടന്ന് നട്ടെല്ലിന്റെ ബാക്കിൽ കിഡ്നിയുടെ ഭാഗത്ത് ചൂടുള്ള ബാഗ് വെക്കുക. വയറിന്റെ ഭാഗത്ത്, അതായത് പൊക്കിളിന്റെ സൈഡിലായിട്ട് നമുക്ക് ഐസ് പാക്ക് വെക്കുക.
അങ്ങനെ ഒരു 20 മിനിറ്റ്സ്. ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ് ഹോട്ട് ആൻഡ് കോൾഡ് പാക്ക്. സാധാരണ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ക്രിയാറ്റിൻ ലെവൽ കുറയാൻ സഹായിക്കും. നിങ്ങളോടൊക്കെ ധാരാളം ആളുകൾ ചോദിക്കും, RCMൽ എന്തെങ്കിലും മരുന്നുണ്ടോ കിഡ്നി പ്രോബ്ലത്തിൽ? മരുന്നില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഡയറക്ട്ലി നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചണ്ഡീഗഡില് പേര് കേട്ട ഒരു ഹോസ്പിറ്റൽ, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, HIIMS ഹോസ്പിറ്റൽ ചണ്ഡീഗഡ്. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകളെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരാളെ 40 ഡിഗ്രി ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ കിടത്തും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ചൂടാകുമ്പോൾ ശരീരം വിയർക്കും. ശരീരം വിയർക്കുമ്പോൾ ശരീരത്തിലെ രക്തത്തിലെ അഴുക്കുകൾ മുഴുവൻ പുറത്തു പോകും. രക്തത്തിലെ അഴുക്കുകൾ മൊത്തം പുറത്തു കളഞ്ഞ് ശരീരത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഹോട്ട് ബാത്ത് ടബ്. 40 ഡിഗ്രി സെന്റിഗ്രേഡ്, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അറൌണ്ട് 37 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പൊ അതിനേക്കാൾ കുറച്ച് കൂടുതലുള്ള വെള്ളത്തിൽ 2 മണിക്കൂർ കിടത്തും. ഞാൻ എന്റെ ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ട്. അതിലൂടെ അവരുടെ ബോഡി വെയിറ്റ് കുറയും, ശരീരത്തിലെ കംപ്ലീറ്റ് ടോക്സിൻസ് റിമൂവ് ചെയ്യപ്പെടും. അവിടുത്തെ ഡോക്ടർ പറയുന്ന ഒരു കാര്യം ഇതാണ്, സ്കിൻ ഈസ് ദ എമർജൻസി കിഡ്നി. നമ്മുടെ സാധാരണ കിഡ്നികൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന എമർജൻസി കിഡ്നിയാണ് നമ്മുടെ സ്കിൻ. ഓർത്തിരിക്കുക. അപ്പൊ അവിടെ പോയിട്ട് കിടക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹോട്ട് ആൻഡ് കോൾഡ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഹിപ്പ് ബാത്സ്, വെള്ളത്തിലിരിക്കുക, അരക്കെട്ട് തണുപ്പിക്കുക, ദഹനം നന്നാക്കുക, നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിസം വളരെ ഫാസ്റ്റ് ആക്കുക, എഫക്റ്റീവ് ആക്കുക. അതുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കിഡ്നി പ്രോബ്ലത്തിന്, കിഡ്നി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ടെൻഷനാണ്. ടെൻഷൻ. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി തരുന്ന ആളുകളുമായുള്ള സംസർഗം ഒഴിവാണ്. കാരണം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ടെൻഷൻ കൂടി നമ്മൾ കംഫർട്ടബിൾ ആവില്ല അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് എപ്പോഴും എനർജി തരും, നെഗറ്റീവ് വാക്കുകൾ നമുക്ക് എപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ നെഗറ്റീവ് വാക്കുകൾ കേട്ട് നമ്മൾ നെഗറ്റീവ് ആവും. സോ ടെൻഷൻ വിൽ ഇൻക്രീസ് കിഡ്നി പ്രോബ്ലം. ഇത് മാത്രമല്ല, എന്റെ അടുത്ത് വരുന്ന കംപ്ലീറ്റ് ക്യാൻസർ പേഷ്യന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഹൈലി ടെൻസ്ഡ് ആണ്, ഹൈലി ടെൻസ്ഡ്. സോ ബി പോസിറ്റീവ് ആൻഡ് റിലാക്സ്. അതിന് ഏറ്റവും പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് RCM. നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക. ദെൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന, വലിയ ചെലവൊന്നും ഇല്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ചെറിയ കിഡ്നികൾ ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാർലി വെള്ളം കുടിക്കാൻ തുടങ്ങുക. ഇത് പണ്ടുകാലത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. മൂത്രത്തിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം തരും. ദെൻ ഏറ്റവും നല്ല റിസൾട്ട്, ദ ബെസ്റ്റ് റിസൾട്ട്, വാഴപ്പിണ്ടിയുടെ നീര് ഒരു 100 മില്ലി വീതം 2 നേരം. പൊതുവെ കിഡ്നി പേഷ്യൻസിന് വെള്ളത്തിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ദിസ് ഈസ് ദ ബെസ്റ്റ് റെമഡി. ഇതിലും നല്ലൊരു റെമഡി വേറെ ഇല്ല, വാഴപ്പിണ്ടിയുടെ നീര്. ഓക്കെ, അതും കാര്യമായിട്ട് രാസവളങ്ങളില്ലാത്ത വാഴപ്പിണ്ടി ആണെങ്കിൽ, വാഴയാണെങ്കിൽ ഏറ്റവും നല്ലത്. 2 നേരം കഴിക്കാം, പ്രിഫറബിളി എംപ്റ്റി സ്റ്റൊമക്കിൽ. തലേന്ന് വൈകുന്നേരം ഒരു സ്പൂൺ മുതിര നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട്, എന്നിട്ട് പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ അത് മുതിര ഞെരടി പിഴിഞ്ഞ് കളഞ്ഞ വെള്ളം കുറച്ച് മതി. വെള്ളം കൂടുതൽ കുടിക്കേണ്ട, കാരണം ആൾറെഡി കിഡ്നി പേഷ്യന്റിന് വെള്ളത്തിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. ഏറ്റവും ഗുണം കിട്ടുന്നതാണ് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. പകരം മില്ലറ്റ്, ചെറുധാന്യങ്ങൾ മാത്രം കഴിക്കുക. റാഗി, യവം, ചാമ, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പരമാവധി ഈ ഭക്ഷണങ്ങൾ കഴിക്കുക. വളരെ പെട്ടെന്ന് കിഡ്നി രോഗത്തിൽ നമുക്ക് മുക്തി നേടാൻ സഹായിക്കും. ദെൻ നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടാൻ ചെയ്യാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് കുറച്ച് ഇഞ്ചി നന്നായിട്ട് ചതയ്ക്കുക, എന്നിട്ട് ഒരു കിഴി കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ വെള്ളം തണുക്കും. എന്നിട്ട് ആ കിഴിയെടുത്ത് ഒന്ന് ലൈറ്റായിട്ട് വെള്ളത്തിൻ്റെ ഒന്ന് ചൂടാക്കി ആ ഭാഗത്ത്, കിഡ്നിയുടെ ഭാഗത്ത്, കമിഴ്ന്ന് കിടന്ന് കിഡ്നിയുടെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യും. ഒരു 3-4 മിനിറ്റ് അപ്ലൈ ചെയ്യാം. ദിവസത്തിൽ 3-4 തവണ അത് ചെയ്യാം. പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ ഇങ്ങനൊരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറ്. വളരെ നല്ല റിസൾട്ടാണ്. സിമ്പിളാണ്. ഇഞ്ചി ചതച്ച് കിഴി കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ചൂടാറുന്നതിനനുസരിച്ച് ഇളം ചൂടോടുകൂടി നമുക്ക് അവിടെ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യും. കിഡ്നിയുടെ ഭാഗത്ത് കമിഴ്ന്ന് കിടന്നിട്ട് നട്ടലിന് 2 സൈഡിലായിട്ട് അവിടെ അപ്ലൈ ചെയ്യും. പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവിടെ എല്ലാ അസുഖത്തിനും അവർ ചെയ്യുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്ലഡിനെ ആൽക്കലി നാച്ചുറലി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് ചിരവക്കായ. നമ്മളിവിടെ ചുരക്ക എന്ന് പറയും, ഹിന്ദിയിൽ ലോക്കി എന്ന് പറയും. അതിന്റെ തൊലി കളഞ്ഞ് ജ്യൂസ് അടിച്ച് കഴിക്കും. അത് കിഡ്നി രോഗം വരുന്ന സമയത്തും കഴിക്കാം, വന്നതിന് ശേഷവും കഴിക്കാം. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാം, നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെയ്യാം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞെരിഞ്ഞില് നന്നായി കഴുകി
മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വെറുതെ അടിച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ച് ഒരു 4 മണിക്കൂറിന് ശേഷം ആ വെള്ളം അരിച്ചെടുത്ത് ജിരിഞ്ഞില് മൂത്രത്തിന്റെ പാസേജ് വളരെ ക്ലിയർ ആണ്. കിഡ്നിയെ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് ഞെരിഞ്ഞില്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരിക. സാധാരണ നമ്മൾ അറിയാം പ്രോട്ടീൻ കൺസംഷൻ 1 gram പെർ ബോഡി വെയിറ്റ് അല്ലെ, 1 കിലോ ശരീരഭാരത്തിന് 1 gram പ്രോട്ടീൻ ആണ് നമ്മൾ കഴിക്കാറുള്ളത്. പക്ഷേ കിഡ്നി പേഷ്യൻസ് അതിന്റെ ആൾമോസ്റ്റ് പകുതി കഴിച്ചാൽ ചെറുതായിട്ട് കിഡ്നി പ്രോബ്ലം, സീരിയസ് ആയിട്ട് കിഡ്നി പ്രോബ്ലം ആളുകൾ ഒരു പ്രോട്ടീൻ കഴിക്കാതിരിക്കുന്നതാണ്. റെഡ് മീറ്റ് ഒഴിവാക്കുന്നതല്ല, മീറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് അതിന് മനോഹരമായിട്ടുള്ള വെജിറ്റേറിയൻ ബൈറ്റ്സ് അതുപോലെ തന്നെ പ്രോട്ടീൻസും ഉണ്ട്, അത് തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പോൾ അവോയ്ഡ് റെഡ് മീറ്റ്. ദെൻ ടേക്ക് വെജിറ്റബിൾ പ്രോട്ടീൻ, അത് പ്രത്യേകിച്ച് മഷ്റൂം, കൂണ്, പനീർ, ഈ ലെന്റിൽസ്, ദാൽ എക്സെട്ര. അപ്പോൾ സിവിയർ കേസിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ ഒരു രോഗം വരാതിരിക്കാൻ ഇത് നമുക്ക് റെഗുലർ ചെറിയ കേസുകൾക്കൊക്കെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഇത് നമുക്ക് ധാരാളം തരും, പ്രശ്നമില്ല. ഓയില് പരമാവധി റെസ്ട്രിക്ട് ചെയ്യുക. ഒരു ഹെൽത്തി പേഴ്സൺ 50 gram ഓയിലാണ് മാക്സിമം വേണ്ടത്. അത് ഒരു കിഡ്നി പേഷ്യൻസിന് അതിന്റെ പകുതി മതി. പക്ഷെ സിവിയർ കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. സോ മിനറൽസ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ബൈ ലീച്ചിങ് എന്നുള്ളത് നമുക്കൊരു പുതിയൊരു വാക്കാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. ഈ പച്ചക്കറികളിലൊക്കെ ധാരാളം പൊട്ടാസ്യം, മിനറൽസ് ധാരാളം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്തിട്ട് തിളപ്പിച്ച് അതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പോൾ അതില് നമ്മുടെ പ്രത്യേകിച്ച് കിഡ്നിക്ക് തകരാറുണ്ടാക്കാൻ സാധ്യതയുള്ളതെല്ലാം പൊക്കോളും. ലീച്ചിങ്, പച്ചക്കറികള് കട്ട് ചെയ്ത് തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കഴിക്കും. അതിൽ പ്രത്യേകിച്ച് കോളിഫ്ലവർ, കാബേജ്, ബ്രൊക്കോളി, ഇതെല്ലാം വൈറ്റമിൻ സി ധാരാളം ഉള്ളതാണ്. അത് കിഡ്നിക്ക് ഏറ്റവും ഗുണം ചെയ്യും. അതുപോലെ തന്നെ പൊട്ടാസ്യം എപ്പോഴും റെസ്ട്രിക്ട് ചെയ്യണം. അപ്പൊ കമ്പാരിറ്റീവ്ലി പൊട്ടാസ്യം കുറവുള്ളതാണ് ആപ്പിള്, പൈനാപ്പിള്, ബെറി, പിയർ, ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്നാൽ കുറച്ച് കൂടുതലുള്ളതാണ് പോംഗ്രാനൈറ്റ്, മാതള നാരങ്ങ, ഓറഞ്ച്, ബനാന, അതുപോലെ കോക്കനട്ട് വാട്ടർ. പൊതുവെ കിഡ്നി പേഷ്യൻസ് നമ്മൾ കോക്കനട്ട് വാട്ടർ സജസ്റ്റ് ചെയ്യാറുള്ള മറ്റെല്ലാ അസുഖങ്ങൾക്കും നമ്മൾ കൊടുക്കാറ്. ഇനി ബനാന കഴിക്കാം, പഴം കഴിക്കാം, പക്ഷെ ഇത് പുഴുങ്ങിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരം കേസുകളിൽ ഉപ്പ് ഏറ്റവും കുറയ്ക്കേണ്ട ഒരു സാധനമാണ്. 2 gram പെർ ഡേ ഓർ അതിലും കുറച്ചാൽ ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലത്. ഉപ്പ് ഒരു ടേസ്റ്റ് മേക്കറാണ്. ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ സ്ഥിരം പറയാറുണ്ട്, ഉപ്പ് ഓൾവേസ് എ ടേസ്റ്റ് മേക്കർ. അപ്പോ പ്രത്യേകിച്ച് കിഡ്നി പ്രോബ്ലം വരുമ്പോൾ, ഹാർട്ടിന് പ്രോബ്ലം വരുമ്പോൾ, ലിവറിന്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഉപ്പ് ഒഴിവാക്കാൻ പറയാറുള്ളത്. അതാണ് ഏറ്റവും നല്ലത്. ഹെൽത്തി കിഡ്നി ക്യാൻ ക്ലിയർ 6 gram സോൾട്ട് പെർ ഡേ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ഒരു ദിവസം കഴിക്കുന്ന ഉപ്പിന്റെ അളവ്. പല സ്ഥലങ്ങളിലും ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഉപ്പ് കാരണം എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. ഞാനൊക്കെ വീട്ടിൽ കഞ്ഞി കുടിക്കുമ്പോൾ ഉപ്പിടാണ്ട കഞ്ഞി കുടിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ BP പേഷ്യൻസിന് മാക്സിമം 4 gram ഉപ്പാണ് കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ ഒരു BP പേഷ്യന്റ് ഒക്കെ ഇരുന്ന് സദ്യക്ക് പപ്പടം കഴിക്കണ കാണുമ്പോൾ ഒരു പപ്പടത്തിൽ എത്ര gram ഉപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പപ്പടം മാത്രമല്ല, അങ്ങനെ ഓരോ സാധനമാണ്. ഉപ്പിന്റെ ഉപയോഗം പൊതുവെ കുറയ്ക്കുന്നതാണ്. വെളുത്ത 5 വസ്തുക്കൾ: പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, തവിടില്ലാത്ത വെളുത്തരി. 5 white poison. ഇനി നമുക്ക് ഏതൊക്കെ ഫുഡ് സപ്ലിമെന്റ്സ് കൊടുക്കാം, ഒരു സീക്വൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ദ ബെസ്റ്റ് പ്രൊഡക്ട്സ്, ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്, യാതൊരു ദൂഷ്യവും ഇല്ലാത്തത്, യാതൊരു ദോഷവും ഇല്ലാത്തത്, നമുക്ക് ഒരാളോടും ചോദിക്കാതെ തന്നെ ധൈര്യമായിട്ട് കൊടുക്കാം, ന്യൂട്രിചാർട്ട് വെച്ചോണ്ടിരിക്കുക. 1 വീതം 2 നേരം കൊടുക്കാം, 1 വീതം 3 നേരം കൊടുക്കാം, 2 എണ്ണം വീതം 2 നേരം കൊടുക്കാം. ചില റയർ കേസുകളിൽ 2 എണ്ണം വെച്ച് 3 നേരം 6 എണ്ണം വരെ കൊടുത്ത് നല്ല മാറ്റം ഉണ്ടായ കേസുകളുണ്ട്. പക്ഷെ രോഗിയുടെ രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. കാരണം omega-3 ചെയ്യുന്ന മാജിക്ക് ചില്ലറയല്ല. അടിതൊട്ട് മുടി വരെ നമ്മുടെ ശരീരത്തിലെ 100 ട്രില്യൺ കോശങ്ങളുടെയും കോശഭിത്തികൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സെല്ലിലേക്ക് വരുന്ന ടോക്സിൻസിനെ മൊത്തം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് omega-3 വെജ് ഒമേഗ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സേഫസ്റ്റ് വൺ. പിന്നെ നമുക്ക് അതിനുശേഷം ബോഡി, ആ വ്യക്തിയുടെ ശരീരം അതനുസരിച്ച് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ന്യൂട്രിചാർജ് S5 കൊടുക്കാം. കരിഞ്ജീരകവും ആര്യവേപ്പും തുളസിയും കറ്റാർവാഴയും പുതിനയും ചേർത്ത ഈ സൂപ്പർ 5 കൊടുക്കാം. പിന്നീട് ഇമ്മീഡിയറ്റ്ലി വേണ്ട, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ബയോവേജ് കൊടുക്കാം. ഇതെല്ലാം ബേസിക്കലി എന്താ ചെയ്യുന്നത്, ബയോവേജ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാണ്, ലിവറിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം ക്ലീൻ ചെയ്യുന്നു. ഈ വെജൊമേഗയുടെ ഒപ്പം നമുക്ക് നേരിട്ട് കൊടുക്കാവുന്ന ഒന്നാണ് ഗാമോറൈസിനോൾ. ഗാമോറൈസിനോൾ 1 വീതം 2 നേരം, 2 എണ്ണം വെച്ച് 2 നേരം വരെ കൊടുക്കാം.
അത് രോഗിയുടെ രോഗാവസ്ഥയും അതിന്റെ തീവ്രതയും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ജൊമയുടെ ഒപ്പം നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് ഗിലോയ് തുളസി. ചിറ്റമൃതം തുളസിയും കൂടി ചേർത്തുള്ള ഈ കഷായം, ചിറ്റമൃതം എന്നുള്ളത് ഒരു വള്ളിയാണ്, സർവ്വരോഗ സംഹാരി എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കൂടെ തുളസി ഉണ്ട്. 36 ഔഷധ ഗുണങ്ങളാണ് തുളസിക്കുള്ളത്. ഈ ചിറ്റമൃത് വളരുന്നത് ആര്യവേപ്പിലാണ്. അപ്പൊ ആര്യവേപ്പിൽ വളരുന്ന ചിറ്റമൃതന് ആര്യവേപ്പിന്റെ ഗുണം കൂടി കിട്ടും. നമ്മൾ ആരുമായിട്ട് സഹകരിക്കുന്നു, ആരുമായിട്ട് ചെലവഴിക്കുന്നു, ആരുമായിട്ട് ജീവിക്കുന്നു, അവരുടെ ഗുണങ്ങൾ നമുക്ക് എന്തായാലും കിട്ടും, അല്ലെ? അപ്പോ ചിറ്റമൃത ആര്യവേപ്പിന്റെ ഗുണം, ആര്യവേപ്പ് ഏറ്റവും നല്ലൊരു അണുനാശക ഔഷധമാണ്. ആന്റിബയോട്ടിക് ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി വൈറൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ആ ഗുണങ്ങളും മുഴുവൻ നമുക്ക് ഇതിലൂടെ കിട്ടും. പ്ലസ് ചിറ്റമൃത് അടി തൊട്ട് മുടി വരെ എല്ലാറ്റിനും നല്ലത്. മൊത്തത്തിൽ ശുദ്ധീകരണം നടത്താൻ ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതിൽ തുളസിയിട്ട് ഇതിന്റെ ഒരു കോമ്പിനേഷൻ, കറക്റ്റ് കോമ്പിനേഷൻ ഏകദേശം ഒരു 40-ലധികം അസുഖങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദം. ഇത് മുഴുവൻ പറയാൻ നിന്നാൽ ഇന്ന് സമയം ഉണ്ടാവില്ലായിരിക്കും, ഞാൻ കടക്കുന്നില്ല. അപ്പൊ ഇത് കൊടുക്കാം. അപ്പോ നമുക്ക് ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. എപ്പോഴും നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കാറുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നോ മെഷീൻ ക്യാൻ റീപ്ലേസ് കിഡ്നി. ഒരു മെഷീനും, ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്, അവിടെ താൽക്കാലികമായിട്ട് ഒരു ക്ലെൻസിങ് നടക്കുന്നു, അവരുടെ കിഡ്നിക്ക് പകരക്കാരനല്ല ഡയാലിസിസ്. ഓക്കെ, അപ്പോ നോ മെഷീൻ ക്യാൻ റീപ്ലേസ് കിഡ്നി. ഞാൻ പറഞ്ഞു 1.25 ഏകദേശം 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മൊത്തം രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും എപ്പോഴും ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ശരീരത്തിന്റെ മെക്കാനിസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഞാൻ തുടക്കത്തിൽ പണ്ട് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച പദ്യം ചൊല്ലിയത്, അനന്തമജ്ഞാതം അവർണ്ണനീയം. അത് ഈ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്, പുറത്തെ കാര്യങ്ങളല്ല, അകത്തെ കാര്യങ്ങളാണ്. സോ ചേഞ്ച് ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. വെള്ളം നമ്മൾ പൊതുവെ ഫോളോ ചെയ്യേണ്ട കുറച്ച് 5 കാര്യങ്ങളുണ്ട്. വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക, കുറച്ച് സമയം വെയിൽ കൊള്ളുക, ഒരു 10 മിനിറ്റെങ്കിലും മണ്ണിലൂടെ ചെരുപ്പിടാതെ നോക്കുക, പറ്റുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ശരീരത്തിനനുസരിച്ച്, ബോഡിക്കനുസരിച്ച്, രോഗത്തിനനുസരിച്ച് ചെയ്യുക. എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം, വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ കഴിക്കുക, ഇലക്കറികൾ ധാരാളം ഭക്ഷണത്തിലുള്ള, ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആരോഗ്യം നിലനിർത്താനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉപയോഗിക്കാം. നമ്മുടെ ഹെൽത്ത് കാർഡ് അരിയുടെ തവിടുന്ന് എടുക്കുന്നതാണ്, ജനറൽ ആയിട്ട് യൂസ് ചെയ്യാം, എല്ലാവർക്കും യൂസ് ചെയ്യാം. തലയിൽ തേക്കാനും മേല് തേച്ച് കുളിക്കാനും പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാനും പച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ നല്ലത്. ന്യൂട്രിചാർട്ട് മെന്നോർ വുമൺ കഴിക്കാം, വെജൊമേഗ കഴിക്കാം, ഗാമോറൈസിനോട് കഴിക്കാം. എനി പ്രോട്ടീൻ, ഏത് പ്രോട്ടീൻ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക്. നമുക്കറിയാം കിഡ്നി തകരാറുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഹൈ ഉള്ള ആളുകൾക്ക്, ഹൈ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് അത് സ്യൂട്ടബിൾ അല്ല. അല്ലാത്ത എല്ലാവർക്കും പ്രോട്ടീൻ യൂസ് ചെയ്യാം. അപ്പൊ ജനറൽ ആയിട്ട് ഒരു വെൽബീയിങ്ങിലേക്ക് നമുക്ക് വരാൻ സാധിക്കും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ല. ഇപ്പൊ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് അതിന്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന് പകരമായിട്ട് ഓൾവേസ് ഡു ദിസ് വൺ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുക. ആരോഗ്യകരമായിട്ടുള്ള കിഡ്നി നമുക്കുണ്ടാവണം. ആ കിഡ്നി, നമുക്ക് 2 കിഡ്നി ഉണ്ട്. പ്രവർത്തനക്ഷമമായ ഒരു കിഡ്നിയുടെ 30% ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരം വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കോളും. പക്ഷെ അതിലും താഴെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. സോ അങ്ങനെ ഒരു പ്രശ്നം ഇനി ആർക്കും വരാതിരിക്കട്ടെ. കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയത്തെ എത്തിക്കുക. RCM എന്ന പ്രസ്ഥാനം നമ്മുടെ ലൈഫിൽ തന്നിട്ടുള്ള ഏറ്റവും മഹത്തായ ഒന്നാണ് ഈ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും ഈ ഹെർബൽ പ്രൊഡക്റ്റുകളും ഈ ഒരു സംവിധാനം മൊത്തത്തിൽ. സോ അത് 100% യൂട്ടിലൈസ് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക. ആളുകളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യവും എല്ലാം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്. ARC.